ഡാ എന്താ നിന്റെ പ്രശ്നം? എൻ്റെ പൊന്നളയാ, എത്ര നാളെയാണ് അവളുടെ പുറകെ കിടക്കണേ. ഫ്രണ്ട് നടക്ക്. സ്നേഹത്തോടൊരു വാക്ക് പോട്ടെ, ഒരു നോട്ടം. ഈ ലവ് സ്റ്റോറി വായിച്ചിട്ടെങ്കിലും അവളെ വളയ്ക്കാൻ വല്ല വഴിയുണ്ടോ നോക്കട്ടെ. കിട്ടും കിട്ടും. നീ ഇങ്ങോട്ട് വന്നേ. എന്തല്ലേ ഇങ്ങോട്ട് വാടാ പറയട്ടെ. 69. ഡാ സുന്ദരനും സുമുഖനും സുശീലനും സർവോപരി സമാധാനിയുമായ നിന്നെ നാട്ടിലെ വെറും ഒരു സാധാരണ പണക്കാരന്റെ മകളായ അവൾക്ക് കിട്ടിയ ആർക്കാ ലാഭം? ആർക്കാ? സംശയം എന്താ? അവൾക്ക് തന്നെ. ഇത് അവൾക്ക് മനസ്സിലാക്കി കൊടുത്ത നിന്റെ പ്രശ്നം തീർന്നില്ലേ? അതെങ്ങനെയാ? അതറിഞ്ഞ നീ ഹീറോ ഇല്ലേ പൊട്ടാ? പറഞ്ഞിട്ടു അളിയാ, അളിയാ പറഞ്ഞിട്ടു. പിന്നല്ല അളിയാ, അളിയാ അളിയാ പെണ്ണുങ്ങൾ കുറവാണ്. പോയി പറയടാ. നീ ഒന്ന് പറയൂ. ഞാനാ? എന്നിട്ട് വേണം കൂട്ടുകാരന്റെ പെണ്ണിനെ വളർത്തും ചിത്രത്തിലൊക്കെ. ഞാൻ പോവില്ല. ടുട്ടു നീ ഒന്ന് പറടാ. ഞാൻ പോണം. കൊളാക്കോ? ഒരു സംശയമില്ല. ചേച്ചി പ്ലീസ് ഒന്ന് അതിലേക്ക് വരുമോ? എന്തിനാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പേര് വെച്ചത് അല്ല, വേണ്ട. എന്തൊക്കെയായാലും നിങ്ങൾ ഒരേ നാട്ടുകാരല്ലേ? പോരാത്തതിന് ഇപ്പോൾ അടുത്തടുത്ത കോളേജിലും. അപ്പം പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നിച്ചൂടെ? നാട്ടിൽ നിന്ന് അവന്റെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ അച്ഛൻ എന്നെ ഇവിടെ കൊണ്ടു ചേർത്ത്. എന്റെ പൊന്നു ചേട്ടാ, എന്നെ വിട്ടേക്ക്. നീ ടെൻഷൻ കുറ്റം പറയാൻ പറ്റില്ല. നല്ല കുട്ടി. നിന്റെ ശല്യം കാരണം അവള് നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്നല്ലടാ. അവളങ്ങനെ പറഞ്ഞു തന്നാ? അത് മാത്രമല്ല, എന്റെ പൊന്നു കേട്ടോ എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ ഒറ്റ പോക്ക്. ബാംഗ്ലൂർക്ക് വന്നത്. നീ ഒരു കാര്യം ചെയ്യ്, ഈ വരുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിന് അതാകുമ്പോ ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് അങ്ങ് തുടങ്ങാം. അവളെ കാണാമെന്ന് അങ്ങനെ എൻ്റെ സന്തോഷത്തിൻ്റെ താക്കോൽ ഇവിടെ കളഞ്ഞുപോയി. അല്ലെങ്കിൽ നമ്മളാണുങ്ങൾ ഇങ്ങനെയാ. എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും നമുക്ക് കാത്തുവെച്ച് നമ്മുടെ മുന്നിലെത്തിയ നമ്മൾ പഴയതെല്ലാം മറക്കും. തോന്നിയ നേരത്തെ ചെക്കൻ്റെ വരവ്. മഴയിൽ നനഞ്ഞ് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാ വിചാരം. നനഞ്ഞുണ്ടല്ലോ. മഴയാണോ? നീ എന്താ ഓടഞ്ഞു? അല്ല, നേരത്തെ വന്നിരുന്നെങ്കിൽ ഡാൻസ് കളിക്കായിരുന്നു. കൊട എടുക്കായിരുന്നു. കിട്ടിയായിരുന്നോ? ഇപ്പം പോയാ
ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേറെ ഇറച്ചി കിട്ടിക്കണം ഷൂ കണ്ടാ അറിയാം